14 നിയമസഭയിലെ താരം പൂക്കി മുഖ്യമന്ത്രിയോ ഇരട്ടച്ചങ്കൻ ഓപ്പോസിഷൻ ലീഡറോ അല്ല. ആ താര സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇത്രയും കാലം നാക്കുപിഴയുടെ പേരും പറഞ്ഞ് അദ്ദേഹത്തിനെ ക്രൂശിക്കാനാണ് ആൾക്കാർ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ നോളജ് കൊണ്ടും പ്രവർത്തന പാരമ്പര്യം കൊണ്ടും പരിചയം കൊണ്ടും അദ്ദേഹം സ്പീക്കർ എന്ന സ്ഥാനം അലങ്കരിക്കുന്നത് കാണുമ്പോൾ പണ്ട് കളിയാക്കിയവരൊക്കെ ഇപ്പൊ തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പലർക്കും അറിയാത്ത വേറൊരു ചരിത്രമുണ്ട്. ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വെറും 2.5 കൊല്ലം കൊണ്ട് ആ സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രി എന്നുള്ള പേര് നേടിയെടുത്ത കാലം വെറുതെ കിട്ടിയ അംഗീകാരമല്ല. സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരനെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സോളാർ കേസും കേരളം തന്നെ പ്രകമ്പനം കൊണ്ട TP വധക്കേസും ഒക്കെ നടക്കുന്നത് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയമാണ്. അതിലൊന്നും മുഖം നോക്കാതെ നടപടിയെടുത്ത ഭരണമികവ് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ മികച്ച മന്ത്രിസ്ഥാനം കിട്ടിയത്. നടക്കാൻ പോകുന്ന ഓരോ നിയമസഭാ സമ്മേളനങ്ങളിലും മനസ്സിലാവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എത്രത്തോളം പരിചയമുണ്ട്, പ്രവർത്തന പാരമ്പര്യമുണ്ട്, എത്ര നോളജ് ഉണ്ടെന്ന്. നാക്കുപിഴയും വിക്കൊന്നും ഒരാളുടെ കഴിവുകേടല്ല. അങ്ങനെയാണെങ്കിൽ EMS നമ്പൂതിരിപ്പാട് ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രിയാവില്ല. EMSന്റെ പ്രസംഗം കേട്ട ഒരാൾക്ക് പോലും അദ്ദേഹത്തിന്റെ വിക്കൊരു പ്രശ്നമാണെന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യവും. എന്നെക്കുറിച്ചൊരു കറുത്ത പാടുണ്ടാകുന്ന ഈ 17 വകുപ്പുകളിൽ ഒരു ഇൻസ്റ്റൻസ് എങ്കിലും പറയാൻ പറ്റുമോ? അതാണ് ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരെങ്കിലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് ബെസ്റ്റ് മിനിസ്റ്റർ ആയിട്ടുണ്ടോ? എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിവാർഡ് അതാണ്. നമ്മൾ ആ നീതിബോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയ ഒരു കാര്യമായി ഞാൻ എന്നും കണക്കാക്കുന്നതാണ്.